ആക്ടർ എന്ന് പറയുന്നത്. ഇവന്തോ വർഷങ്ങൾക്ക് ശേഷം പോലും ആ സിനിമയിൽ എനിക്ക് തോന്നുന്നു ട്രോള് കിട്ടാത്ത ഒരേ ആക്ടർ താങ്കളാണ് തോന്നുന്നു. ബാക്കി എല്ലാവർക്കും അപ്പോൾ അത്ര ഡെഡിക്കേറ്റഡ് ആയിട്ട് ഒരു കഥാപാത്രം ചെയ്തത് ആ കഥാപാത്രത്തെ റീച്ച് ആവുകയും ചെയ്തു. അപ്പോൾ അതേപോലത്തെ കഥകൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാതെ കമ്മിറ്റ് ചെയ്തുകൊണ്ട് ഇങ്ങനെ തീർത്ത് പോവുക അങ്ങനെ ഇതാണോ? അതേപോലത്തെ കഥകൾ വരുന്നുണ്ടോ? ഈ പാർട്ട്നേഴ്സ് എന്ന കഥയിലെ കഥാപാത്രം അതുപോലത്തെ കഥാപാത്രമാണോ? നമ്മൾ കിട്ടുന്ന ശ്രീനാഥൻ പറഞ്ഞ പോലെ കിട്ടുന്ന അവസരങ്ങൾ നമ്മൾ അങ്ങനല്ലേ പലപ്പോഴും ഇങ്ങനെ അവസരങ്ങൾ ഇങ്ങനത്തെ അവസരങ്ങൾ എനിക്കെന്ന് വെച്ചാൽ അവസരങ്ങൾ കൂടി വരുന്നു. അപ്പോൾ പിന്നെ നമ്മള് പലപ്പോഴും ഇതൊക്കെ നമ്മള് ഞാൻ പല സ്ഥലത്തായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഒരു ഏട്ടന്റെ സിനിമ ആയതുകൊണ്ടാണ് ഞാൻ ചെയ്തത്. കഴിഞ്ഞ കുറച്ച് അങ്ങനെ നോക്കുമ്പോൾ കഥ ഇഷ്ടപ്പെട്ട് ഞാൻ അവസാനമായിട്ട് ചെയ്ത സിനിമ ഏതാന്ന് ചോദിക്കും എനിക്ക് ആലോചിക്കണം. അപ്പൊ നമ്മള് അങ്ങനെ ഒരു എനിക്ക് തോന്നില്ല നമ്മള് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു പെർഫെക്റ്റ് ഒരു കഥയോ സ്ക്രീൻ പ്ലേയോ അങ്ങനെ ഒരു സാധനം അടുത്ത കാലത്തൊന്നും വന്നിട്ടില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. അപ്പം ഏട്ടൻ്റെ സിനിമ ആയിക്കോട്ടെ അല്ലെങ്കിൽ അതിനുശേഷം വന്ന സിനിമകളായിക്കോട്ടെ, അപ്പോൾ കിട്ടുന്ന സംഭവം ഈ ഒരു സമയത്ത് നമ്മളാ ഒരു ഗോ വിത്ത് ദ ഫ്ലോ എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പം പ്രത്യേകിച്ചൊരു ആക്ടിങ് പ്ലാനോ അല്ലെങ്കിൽ കരിയർ പ്ലാൻ ഇല്ലാത്ത ഒരാൾക്ക് എന്ത് സിനിമയും അല്ലെങ്കിൽ എന്തും ചെയ്യാം എന്നുള്ളതുകൊണ്ട് അല്ലേ, ബോണസ് എന്ത് കിട്ടിയാലും ബോണസ് അല്ലേ. അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ ഞാൻ പല സ്ഥലത്ത് ഞാൻ ഇതെല്ലാം ആഴ്ച വന്ന് പറയുന്നല്ലോ, എന്നെ അതേ കാര്യം ചോദിച്ചോണ്ടിരിക്കും. ഓരോ സ്ഥലത്ത് വരുമ്പോഴും എപ്പോഴും ചോദിക്കുന്നു. അപ്പം കിട്ടുന്നത് ഇപ്പൊ എനിക്ക് ഇതിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഐഡിയ നവീൻചേട്ടൻ ഇത് ആദ്യമായിട്ട് പറഞ്ഞപ്പോ ഇങ്ങനൊരു സംഭവം അല്ലെങ്കിൽ ഒരു സാധനം അല്ലെങ്കിൽ ഇതൊരു ഞാൻ ഇതിനെപ്പറ്റി ഒരു ന്യൂസ് ആയിട്ട് ഞാൻ പേപ്പറിൽ വായിച്ചിട്ടുള്ളൊരു സംഭവം. അപ്പൊ ഇതിനൊരു വാർത്തയായിട്ടൊരു പേപ്പറിൽ ഞാൻ കണ്ടത് കുറച്ച് മുന്നേ കണ്ടപ്പോ ഇതൊരു സിനിമയാക്കാനുള്ള സാധ്യതയും ഇത് ഞാൻ ചിന്തിച്ചിരുന്നു. ഇങ്ങനെ ഒരു സാധനം കഥയായിട്ട് വരുവാണോ സിനിമയായിട്ട് വരുവാണോ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും എന്ന് എനിക്ക് തോന്നിയിരുന്നു അന്ന് ഈ വാർത്ത ഞാൻ ആദ്യമായിട്ട് പേപ്പറിൽ കണ്ടപ്പോൾ. അത് കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു കുറച്ച് മാസങ്ങൾക്ക് ശേഷമാണ് നവീൻചേട്ടൻ ഇങ്ങനെ ഒരു കഥയായിട്ട് വരുന്നത്. ആ സംഭവം ഭയങ്കര ഇൻട്രസ്റ്റിംഗ്. ആ സംഭവം അതൊരു ഒരിക്കലും നടക്കാത്തതും അല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടെന്ന് ആലോചിക്കുമ്പോൾ ഭയങ്കര ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു സംഭവമായിരുന്നു ആ സാധനം. അത് കേട്ടപ്പോൾ എനിക്ക് തോന്നി നവീൻചേട്ടന്റെ ഈ സിനിമ കൊണ്ടുള്ള പേർപ്പസ്, ഒരു സിനിമക്ക് ഒരു പേർപ്പസ് ഉണ്ടാവില്ല, എന്താണ് ഈ സിനിമ കൊണ്ട് നവീൻചേട്ടൻ ഉദ്ദേശിക്കുന്നതെന്നുള്ളത്. അത് ആ കാര്യം ഇത് മീറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്, ആ പേർപ്പസ് മീറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള ടൈപ്പ് ഓഫ് സിനിമകൾ നേരത്തെ പറഞ്ഞ മണി ഹീസ്റ്റും ഇറ്റാലിയൻ ജോബ് ഇത്തരം സിനിമകൾ അല്ലെങ്കിൽ വേറിട്ട തോട്ട് ഉള്ള സിനിമകൾ ഇഷ്ടപ്പെടുന്ന മലയാളി ഓഡിയൻസ് അല്ലെങ്കിൽ പുതിയ സെറ്റ് ഓഫ് ഓഡിയൻസിന് ഇത് എന്തായാലും ഒരു പുതുമയാണെങ്കിൽ ഡെഫിനറ്റ്